ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതില്ലേ കൂന്ത നുറുക്കിനതും കഴുകണതും വേറെ ഒന്നും ഞാൻ കാട്ടിയിട്ടില്ല. ഇതാ പൊരിച്ച് കോരി വെച്ചതാണിത്. പിന്നെ പൊരിച്ച് കോരി വെച്ചതാണ്. ഇതിൻ്റെ പണിയൊക്കെ ഞാൻ എടുക്കട്ടെ. ഇതിലേക്ക് ഞാനിതാ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളി ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊക്കെണിതാ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിരുന്നത്. അത് നല്ലോണം ഒന്ന് വരണ്ട് വരട്ടെ. ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കിതാ മുളക്, മഞ്ഞൾ, നല്ല ജീരകം, പെരുംജീരകം, ഉലുവ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് തിരുപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെല്ലെ ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ വറവ് വേണ്ട, ചെറുങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കുക. എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. എല്ലാ മീനും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് കറി രൂപത്തിലാക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. മസാല ഒക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ച കൂന്ത എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇത് നല്ലോണം ഒന്ന് ഇളക്കുക. ഇപ്പം കൂന്ത വരട്ടി ശരിയായി കേട്ടോ. അതുകൊണ്ട് അടിപൊളിയല്ലേ. ഇതിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ റെഡിയായി ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് മല്ലിച്ചപ്പ്. ഞാൻ ആദ്യം കരിവേപ്പില ഇട്ടിക്കണേ. അത് മല്ലിച്ചപ്പാണ്. കുറച്ചിട്ട് കൊടുക്കുക. എന്താ ഒരു കോടിയ മതി. ഇത് നമുക്ക് നല്ലോണം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടിപൊളിയല്ലേ. എല്ലാവരും കൂന്ത ഒന്നിങ്ങനെ ഫ്രൈ ആക്കി നോക്കുക കേട്ടോ. ഓക്കെ, പാത്രത്തിലൊന്നും എടുത്ത് വെച്ച് കാട്ടില്ല. പത്തിരിയാണിത്. ഇതാ നേർങ്ങനാക്കി ചുട്ടതാണ്. കണ്ട അടിപൊളി പത്തിരി. നമ്മളെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. അൻപി കൊണ്ടുവച്ചു. ചോറ് തിന്നണ്ടികൾക്ക് ഇതാ ചോറ് തിന്നാ. അതിലെ മുളക് കാട്ടായിട്ടാണ് ഇവിടെ ഉണ്ട് അതിലെ മുളക് ഇട്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.